നമസ്കാരം. പ്രധാന വാർത്തകൾ. ചൂരൽമല ദുരന്തം, മരണം 47. കനത്ത മഴ, സംസ്ഥാനത്ത് 4 ട്രെയിനുകൾ റദ്ദാക്കി. പ്രാർത്ഥനയോടെ ഉറ്റുനോക്കി രാജ്യം, പ്രതീക്ഷയോടെ രണ്ടാം മെഡൽ വെടിവെച്ചിടാൻ മനു ഭാങ്കർ. വെങ്കലപ്പോര് ഇന്ന്. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 47ആയി. പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. അതേസമയം രക്ഷാപ്രവർത്തനത്തിനായി ഏഴിമലയിൽ നിന്ന് നാവികസേന സംഘം എത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചത്. നേവിയുടെ റിവൽ ക്രോസിംഗ് ടീമിന്റെ സഹായമാണ് അഭ്യർത്ഥിച്ചത്. ഏഴിമല നാവിക അക്കാദമിയിലെ നേവിയുടെ സംഘം വയനാട്ടിലേക്ക് ഉടൻ തിരിക്കും. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 4 ട്രെയിനുകൾ റദ്ദാക്കി. ഗുരുവായൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ്, തൃശൂർ ഗുരുവായൂർ ഡെയിലി എക്സ്പ്രസ്, ഷൊർണൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ്, തൃശൂർ ഷൊർണൂർ ഡെയിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയത്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് വടക്കോട്ടും ഷൊർണൂർ പാലക്കാട് ഭാഗത്ത് നിന്ന് തൃശൂർ എറണാകുളം ഭാഗത്തേക്കുമുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. ഇനി കായിക വാർത്ത. ഇന്ത്യൻ ഷൂട്ടർ മനു ഭാങ്കറിന്റെ രണ്ടാം മെഡൽ പ്രതീക്ഷിച്ച് രാജ്യം. 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയ മനു മിക്സഡ് ഇനത്തിലും വെങ്കല മെഡൽ പോരിന് യോഗ്യത നേടിയിട്ടുണ്ട്. സരബ്ജോത് സിംഗുമായി ചേർന്നാണ് മനു മത്സരത്തിനിറങ്ങിയത്. 580 പോയിന്റാണ് ഇരുവരും സ്വന്തമാക്കിയത്. 1 പോയിന്റ് വ്യത്യാസത്തിലാണ് ഇരുവർക്കും സ്വർണ്ണ മെഡലിനുള്ള പോരാട്ടം നഷ്ടമായത്. ഒന്നാം സ്ഥാനത്തുള്ള ടർക്കിഷ് സംഘത്തിന് 582 പോയിന്റാണ് ഉള്ളത്. 581 പോയിന്റുള്ള സെർബിയൻ ടീം രണ്ടാം സ്ഥാനത്താണ്. ഇന്ന് നടക്കുന്ന ഫൈനലിൽ ദക്ഷിണ കൊറിയയോടെയാണ് ഇന്ത്യ മത്സരിക്കുക. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.